കേരളത്തിലെ മുസ്ലിങ്ങൾ സർക്കാരിൽ നിന്ന് അന്യായമായി ഒന്നും നേടിയിട്ടില്ല. അർഹമായത് തന്നെ സമുദായത്തിന് കിട്ടിയിട്ടില്ല. നരേന്ദ്രൻ കമ്മീഷൻ, പാലോളി കമ്മിറ്റി റിപ്പോർട്ടുകളിലും സർക്കാർ നിയമസഭയിൽ വെച്ച രേഖയിലും ഇക്കാര്യം വ്യക്തമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനത്തിലും ഇക്കാര്യമുണ്ട്. ഇത് എല്ലാം പൊതുവിടത്തിൽ ലഭ്യമാണെന്നിരിക്കെ തന്റെ വാദങ്ങൾക്ക് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ബാധ്യതയുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയും സുന്നികൾക്കെതിരെയും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയ പ്രസ്താവനയാണിത്. ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇങ്ങോട്ട് നിരന്തരമായി തുടരുന്ന പ്രസ്താവനകൾ, അതിനുള്ള മറുപടികൾ ഇങ്ങനെ ചൂടുപിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ നിലപാടാണ് മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ക്യാബിനറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം തന്നെയാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. സർക്കാരുകളോടും രാഷ്ട്രീയ കക്ഷികളോടും സംവാദാത്മകവും പ്രശ്നാധിഷ്ഠിതവുമായ സമീപനമാണ് സുന്നി പ്രസ്ഥാനത്തിന്റേതെന്ന് പ്രസ്താവനയിൽ പറയുന്നു. സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കുകയല്ല പ്രസ്ഥാനത്തിന്റെ ശൈലി. സുന്നി സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ ഇന്നോളം ഒരു തുണ്ട് ഭൂമി പോലും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരാവശ്യവും സർക്കാരിന്റെ മുന്നിൽ സുന്നികൾ വെച്ചിട്ടുമില്ല. ഈഴവ സമൂഹം ഉൾപ്പെടെ ഇതര സമുദായങ്ങൾക്ക് സർക്കാർ ഭൂമി പല ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിൽ ആക്ഷേപം ഉന്നയിക്കാനോ അത് ഉപയോഗിച്ച് സാമുദായിക ധ്രുവീകരണത്തിനോ സുന്നികൾ ശ്രമിച്ചിട്ടില്ല. പിന്നാക്ക സമൂഹങ്ങൾക്ക് ഉയർന്നു വരാൻ സർക്കാർ നൽകുന്ന പിന്തുണയെ അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കണമെന്നാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നിലപാടെന്നും അവർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. CPM ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നെന്ന് ആരോപിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമായി പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് ശേഷം പാർട്ടി തിരുത്തലുകളുമായി മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ CPMന്റെ തെറ്റുതിരുത്തൽ പ്രഖ്യാപനത്തിലേ ഉള്ളൂ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ന്യൂനപക്ഷ പ്രീണനം നിർത്തിയില്ല എങ്കിൽ LDFന് ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രീണനം ഇടതുപക്ഷത്തിന്റെ നടുവൊടിച്ചുവെന്നും അടക്കം വലിയ ആക്ഷേപങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്ന് പറയത്തക്കം എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നിരുന്നു. രണ്ടാമത്, ഫലസ്തീൻ വിഷയത്തിൽ വളരെ സജീവമായി തന്നെ CPM ഇടപെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ട് വിഷയങ്ങളെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായാണോ എടുക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് CAA-ക്കെതിരെ അപാലവൃതം ജനങ്ങൾ പ്രതികരിച്ചത്. രണ്ടാമത് ഫലസ്തീനാണ്. ഇപ്പോഴും ഫലസ്തീനിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചുകുട്ടികളടക്കം നിരവധി ആളുകളാണ് ഇതുവരെയും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ വിഷയത്തെ ഒരു മാനുഷിക വിഷയമായി അവതരിപ്പിക്കാനോ ഒരു ജനതയുടെ പ്രശ്നമായി കാണാനോ കഴിയുന്നില്ല എന്നത് ഒരു പരാജയമാണെന്നാണ് മുസ്ലിം പ്രീണന പ്രസ്താവനയെ എതിർക്കുന്നവർ പറയുന്നത്. പിന്നാലെ SNDPക്കെതിരെ CPM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് അത് കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണെന്ന ഗൗരവമുള്ള ഒരു വിമർശനം MV ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി സർക്കാരും പാർട്ടിയും മുസ്ലിം പ്രീണനം നടത്തുകയാണ്, മുസ്ലിം പ്രീണനമാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അതാണ് ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യാൻ കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കാന്തപുരം വിഭാഗം CPMനെ വെച്ച് ഒരുപാട് നേടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. 1200 ഏക്കറിൽ ഒരു സിറ്റി ഉണ്ടാക്കി എല്ലാ സഹായവും നൽകി. ഒരു കാന്തം പോലും CPMന് തിരിച്ചു കിട്ടിയില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചിരുന്നു. എവിടെയും മുസ്ലിങ്ങളെ പേടിച്ചാണ് എല്ലാവരും ജീവിക്കുന്നതെന്നടക്കം തുറന്നടിക്കുകയായിരുന്നു അദ്ദേഹം. SNDPയോടല്ല എതിർപ്പെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായ ഒരു സംഘടനയെ BDJSന്റെ മറവിൽ കാവ്യവൽക്കരിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനം. എന്നാൽ CPM നേതൃത്വത്തിന്റെ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞ വെള്ളാപ്പള്ളി മുസ്ലിം പ്രീണനം എന്ന തന്നെ പഴയ നിലപാട് തന്നെ ഇവിടെയും വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉടനടി CPMവുമായി ഒരു സമവായത്തിനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് വെള്ളാപ്പള്ളി. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുസ്ലിം പ്രീണനമാണെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചതോടെ ഇരു സംഘടനകളും തമ്മിലുള്ള പോരും മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മുസ്ലിം പ്രീണനം എന്ന വിമർശനം ഏത് കോണിൽ നിന്ന് ഉയർന്നാലും അതിനെ കണക്കിലെടുക്കില്ല എന്നാണ് CPMന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഉറച്ച തീരുമാനം.